അനന്ത കലാപുരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ അപർണ പറഞ്ഞതുപോലെ തന്നെ 1995 ആ കലോത്സവത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം നമ്മൾക്ക് കിട്ടിയ മറ്റൊരു പ്രതിഭയുണ്ട്, ശാരദ തമ്പിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്ന കലോത്സവ പ്രതിഭ. 1995 കലോത്സവത്തിൽ ഭരതനാട്യത്തിലും നാടോടി നൃത്തത്തിലും ശാരദ തമ്പിക്കായിരുന്നു ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. ശാരദ ഇന്ന് അറിയപ്പെടുന്ന ഒരു നർത്തകിയും നൃത്താധ്യാപികയും സംഗീത അധ്യാപിക കൂടിയാണ്. എന്തായാലും നമുക്ക് ശാരദയുമായുള്ള ഒരു ഇൻട്രാക്ഷനിലേക്ക് വരാം. അതിനു മുമ്പ് ശാരദയെ പറ്റി ഞാൻ തയ്യാറാക്കിയ ഒരു സ്റ്റോറി കാണാം. ഈ കലാങ്കണത്തിൽ തുടങ്ങുന്നു ഇപ്പോൾ ശാരദ തമ്പിയുടെ കലാലോകം. 1995 കലോത്സവത്തിൽ പ്രതിഭ തെളിയിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ശാരദയുടെ 6ാം വയസ്സിൽ നൃത്താധ്യാപിക മൈഥിലി ടീച്ചർ കാലിൽ ചിലങ്ക അണിയിച്ച അന്നു മുതൽ തുടങ്ങി കലാജീവിതം. നൃത്തത്തെ അളവറ്റ് സ്നേഹിച്ച ശാരദ പക്ഷേ അക്കാദമികമായി പഠിച്ചത് സംഗീതമാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന ശാരദ കലാമണ്ഡലം തിരുവനന്തപുരം സെന്ററിൽ സംഗീത അധ്യാപിക കൂടിയാണ്. നൃത്തത്തിൽ മൈഥിലി ടീച്ചറും സംഗീതത്തിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും ആണ് ഗുരുനാഥർ. കേരള യുവജനക്ഷേമ ബോർഡിന്റെ വിവേകാനന്ദ പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശാരദ തമ്പി. നൃത്തത്തെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്തവണ്ണം ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ശാരദ. മറ്റെന്താണ് ഒരു യഥാർത്ഥ നർത്തകി? കലാങ്കന് മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രമോദിനൊപ്പം NP നിസ, ടീം മീഡിയ 1. ശാരദ, ഈ അനന്ത കലാപുരി, ഈ കലാനഗരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആ സ്റ്റോറി തയ്യാറാക്കിയപ്പോൾ അതിൽ പറയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഒക്കെ വരാം. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു ആംബിയൻസിലേക്ക് വരുമ്പോൾ സ്റ്റേജുണ്ട്, കുറേ ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറേ പരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള ചെയർ, അങ്ങനെ ആ ഒരു സ്റ്റേജ് അതൊക്കെ കാണുമ്പോൾ എന്തായാലും ആ ഒരു പഴയ കാല ഓർമ്മ വരും, ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് ആദ്യം അറിയേണ്ടതും. ആദ്യമായിട്ട് ഒരു തിരുവനന്തപുരം നിവാസി എന്ന നിലയ്ക്ക് ഈ വർഷത്തെ കലോത്സവം തിരുവനന്തപുരത്ത് വന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഏതായാലും കലോത്സവ വേദിയിലേക്ക് ഇന്നിവിടെ എത്തിയപ്പോഴോ ഞാനൊരു 95 സമ്മാനം വാങ്ങിച്ചിട്ടുള്ളെങ്കിലും 92 മുതലുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇപ്പോഴും നമ്മൾ ഒരു 15 ഇയേഴ്സിന് മുമ്പായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും സംസ്ഥാന കലോത്സവം എന്ന് പറയുന്നത് മനസ്സിൽ ഒരുപാട് രസകരമായ ഓർമ്മകൾ, എനിക്ക് തോന്നുന്നു ഓരോ കലോത്സവങ്ങളിലും ഓർത്തെടുക്കാനായിട്ടുള്ള ഒരുപാട് രസകരമായ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് ഇല്ല, ഞാൻ എൻ്റെ സ്റ്റുഡൻസ് കലോത്സവങ്ങളിൽ CBSE കലോത്സവങ്ങളിലാണ് ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ വളരെ രസകരമായ ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും നമുക്കത് സൂക്ഷിച്ച് വെക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം അന്ന് മത്സരിച്ചവരാരെങ്കിലും ഇടയ്ക്ക് കാണുമ്പോൾ അത് പറഞ്ഞ് ചിരിക്കാനും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർമ്മ കൊണ്ടുവരാനും അത് ഇപ്പോഴും അതൊരു വലിയൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബാക്കിൽ കാത്തു നിൽക്കുന്നതും അല്ലെ, നെഞ്ചിരിപ്പ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് പ്ലീസ് നോട്ട് ജസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നെഞ്ചിരിക്കുന്ന സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു കാലമായിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും അത്തരത്തിലൊരു അനുഭവമൊന്നുമില്ല. ശാരദയ്ക്ക് ശരിക്കും മിസ് ചെയ്യുന്നത് അങ്ങനത്തെ ആ ഒരു കാലവും അല്ലെ, 92 മുതൽ 95 വരെയുള്ള ആ വർഷങ്ങൾ, പിന്നീട് വിന്നറാവുന്ന ആ ഒരു വർഷം, ആ ഒരു സമയം തന്നെ ആയിരിക്കും ഓർക്കുന്നത് അല്ലേ? ഞാൻ പറയണ ബാക്ക് സ്റ്റേജിൽ നമ്മൾ വന്ന് ഇരിക്കുമ്പം നമ്മുടെ മനസ്സിലെ ഒരു പ്രാർത്ഥന മുഴുവൻ ഒരു സമ്മാനം കിട്ടണം എന്നുള്ളത് മനസ്സിലുണ്ട്. അത് മത്സരം എന്നുള്ളൊരു സാധനം മനസ്സിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മുടെ ഏറ്റവും നന്നായി അവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ജില്ലയ്ക്ക് ഒരു പോയിന്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നതിനപ്പുറം അത് കളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു മത്സരത്തിൻ്റെ ഇതൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കൂട്ടുകാർ, ഞാൻ നിർമ്മല ഭവൻ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഒരു അടിച്ചുപൊളി എന്നുള്ള ഒരു സംഭവമാണുള്ളത്. അല്ലാതെ
ചെയ്യുന്ന സമയത്ത് അല്ലെ ആ സമയത്ത് ഒരു ഉള്ളിലൊരു എന്താ ഭഗവാനെ പിടിച്ചുകൊണ്ട് നന്നായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ചിന്ത. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതങ്ങനെ കുട്ടികൾ അത്ര ലൈറ്റായിട്ട് മത്സരങ്ങളെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശാരദയുടെ സ്വന്തം നാട്ടിലാണ്, അതിൻ്റെ ഒരു സന്തോഷം ആദ്യം പറയുകയും ചെയ്തു. ഒരു പക്ഷേ ഇത് കാണുന്ന കുട്ടികൾ ഇനി അങ്ങോട്ട് ഇപ്പം ഞാൻ പറയുന്ന നൃത്തം മാത്രമല്ല എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ അത് കാണുന്നുണ്ടാവും, പ്രോഗ്രാം കാണുന്നുണ്ടാവും. എന്താണ് അവരോട് പറയാനുള്ളത്? അതായത് ഒരു പുതിയ തലമുറ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ തലമുറ വീണ്ടും ശാരദ കലോത്സവത്തിൽ എത്തിയതിന് 20 വർഷങ്ങൾക്ക് ശേഷം ഒരു തലമുറ വന്നെത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവരോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? കുട്ടികളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മത്സരത്തെ മത്സരമായി മാത്രം കാണണം. അതായത് അതിൽ ഞാനാണ് ഏറ്റവും നന്നായി കളിക്കുന്നത് എന്ന ഉള്ളിലൊരു ചിന്ത ഉണ്ടാവാതിരിക്കുക. നമ്മുടെ മാക്സിമം നന്നായി പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരുന്ന ഓരോ കുട്ടിയും മികച്ചതാണ് എന്ന് സ്വയം ഒരു ബോധ്യം ഉണ്ടാവണം. അപ്പോൾ അതിനേക്കാൾ നമ്മൾ നന്നായി കളിക്കാൻ ശ്രമിക്കുക. പക്ഷെ അത് നമുക്ക് തന്നെയാണ് സമ്മാനം കിട്ടേണ്ടത്, അല്ലാതെ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത മാറ്റി വെക്കണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കലോത്സവത്തിന് വേണ്ടി മാത്രം, അതേതായാലും സംഗീതമായാലും നൃത്തമായാലും അതിനു വേണ്ടി മാത്രം പഠിക്കരുത്. പിന്നീട് അത് തുടർന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏത് ഇനമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത്, അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമായിട്ടും കൂടി ശ്രമിക്കണം. അതല്ലാതെ ഇനി അടുത്ത കലോത്സവം മതി എന്ന്, അല്ലെങ്കിൽ അടുത്ത കലോത്സവം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് മതി എന്ന് മാത്രം പ്രത്യേകിച്ച് അത് കുട്ടികൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അത് അധ്യാപകരോ മാതാപിതാക്കളോ അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഒരുപക്ഷെ അത് കൃത്യമായിട്ട് ഉപദേശിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ശാരദ. കാര്യം അന്നല്ല, ഞാൻ പറയുന്നത് പോലെ 6-ാം വയസ്സിൽ ആ ചെലങ്ക് കെട്ടിയ അന്ന് മുതൽ ഇന്നോളം നീണ്ടു പോവുകയാണ്, അതിങ്ങനെ തുടർന്നു പോവുകയാണ് ഈ ശാരദയുടെ ഒരു കലാജീവിതം, നൃത്ത ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് ഉപദേശിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ്, അവകാശമുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഇത്തരം നൃത്തവേദികളിൽ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മാത്രം പങ്കെടുക്കാൻ വേണ്ടി മാത്രം തയ്യാറാകുന്ന എല്ലാ ഇനങ്ങളിലും മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ മാത്രമാണ് അത് തുടർന്നു കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിലൊരാളാണ് ശാരദ. ശാരദ എന്തുകൊണ്ടാണ് അതിനുശേഷം ഇത് നമുക്ക് തുടർന്നു? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം എനിക്കിത് തന്നെ ആയിരിക്കണം, നൃത്തം തന്നെ ആയിരിക്കണം പ്രധാനം എന്ന് പറയുന്നതും അത് തുടർന്നു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് നൃത്തത്തിനോട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എൻ്റെ വീട്ടുകാരും അതൊരു സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഇപ്പം അങ്ങനെ ഇപ്പം എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആകണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നൃത്തത്തിനൊപ്പം വേറെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അക്കാഡമിക്കലി ഭയങ്കര കഴിവുള്ള കുട്ടികൾ അവർക്കതാകാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് നന്നായി നൃത്തം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതുപോലെ തന്നെ അതിനൊപ്പം ഇതുകൂടി കൊണ്ടുപോകാം. നൃത്തവും സംഗീതവും ഇപ്പം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കൂടുതൽ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ അതിന് കോച്ചിങ് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണം അത് മാത്രം അത് അവിടെ കൊണ്ട് അയ്യോ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എനിക്കിനി പറ്റില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം ഒരിക്കൽ ഞാൻ പറയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരു നൃത്തം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതൊരു വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയണ ഒരു ഏതൊരു കലാരൂപമായാലും അതെ, അത് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതൊരിക്കലും കയ്യിൽ നിന്ന് പോകത്തില്ല. ഒരിക്കൽ പഠിച്ച വിദ്യ നമുക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്താ പറയുക, തൂത്തുമിനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നൃത്തത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനപ്പുറമായി ഒരു ഗായിക കൂടിയാണ്. സംഗീതത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാരദ. ഇപ്പോൾ ഒപ്പം കലാമണ്ഡലം തിരുവനന്തപുരം സെൻറ്ററിൻ്റെ കോർഡിനേറ്ററാണ്, അവിടുത്തെ സംഗീത അധ്യാപിക കൂടിയാണ് അല്ലേ? എങ്ങനെയാണ് നൃത്തവും സംഗീതവും ഒപ്പം കൊണ്ടുപോകുന്നത്? അന്ന് യുവജനോത്സവ വേദികളിൽ പാടുക കൂടി ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ പെർഫോമൻസ് കൂടുതൽ ഞാൻ അറിയുന്നത് ഡാൻസറായിട്ട് തന്നെയാണ്. സംഗീതം ഞാൻ MA മ്യൂസിക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ റിസർച്ച് ചെയ്യുന്നു. അപ്പം അതിനോടൊപ്പം സംഗീതവും പഠിക്കുന്നുണ്ട്. പെർഫോമൻസ് കൂടുതൽ ഡാൻസ് തന്നെയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നൃത്തത്തിലാണ്, സംഗീതവും കൂടെ കൊണ്ടുപോകുന്നത് അല്ലേ? എന്തായാലും ഞാൻ അടുത്തതായി ചോദിക്കാൻ വരുന്നത്, ഒരു പാട്ട് പാടാൻ പറയുകയായിരിക്കും എന്ന് പ്രേക്ഷകർക്കും അറിയാം, ശാരദയ്ക്കും അറിയാം. മാത്രമല്ല ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രേക്ഷകരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ശ്രമിക്കാം. ഓക്കെ. ജലജ
ബന്ധുമീഹ ജലധീലാണയുന്നു ജലജ ബന്ധുമീഹ ജലധീലാണയുന്നു മലയമാരുതമേറ്റു മമ മനമധിഗതാംബദ വിവശയായി സഖീയലശര പരിതാപം சொல்வ தின்னளிவேணி பணி பாலே ബാലേ. നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ കലോത്സവ വേദികളിൽ ഒരു കുട്ടിക്ക് ഒരു പെർഫോമൻസ് വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം ചിലവുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ശാരദ ഒരു അധ്യാപിക കൂടിയാണ്, അതുകൊണ്ട് തന്നെ അറിയുന്നുണ്ടാവും ഒരു പെർഫോമൻസിന് എന്തുമാത്രം ചിലവ് വരുമെന്ന്. അപ്പോൾ നമുക്കറിയാം പല കുട്ടികൾക്കും അതിന് കഴിയുന്നില്ല, അവർക്ക് അവരുടെ സാമ്പത്തികം അതിന് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതാണ്. മറ്റേതൊരു കലാരൂപമായാലും അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരില്ല, നൃത്തത്തിലാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധി, അല്ലെങ്കിൽ അത്തരം കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവർക്ക് കൂടി ഒരു അവസരം കിട്ടാനുള്ള ഒരു പക്ഷേ ഒരു പെർഫോമൻസ് ഒരു സ്റ്റേജിൽ നടത്തണമെങ്കിൽ എന്തായാലും 10,000 രൂപയിൽ മുകളിലോ 15,000 രൂപയോ അതിനില്ലാത്ത കുട്ടികൾ കുറേ ഉണ്ടായിരിക്കും. എന്താണ് അതിനൊരു പ്രതിവിധിയായിട്ട് ശാരദയ്ക്ക് തോന്നുന്നത്? ഇപ്പം അങ്ങനത്തെ കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നു സംസ്ഥാന കലോത്സവങ്ങൾ കൂടിയേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വളരെയധികം ടാലൻറ്റഡ് ആയിട്ട് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിനൊപ്പം അങ്ങനെയുള്ള ഒരു കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കലയിൽ തന്നെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് തുടർന്ന് അത് പഠിക്കാൻ ഏത് ഗുരുക്കന്മാരുടെ കീഴിലാണ് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഫീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് അവർക്ക് അത് തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗ്രേസ് മാർക്ക് മാത്രമല്ലാതെ നമുക്ക് കലോത്സവങ്ങളിൽ വരും പറയും വളരെ ചില കുട്ടികൾ നമുക്ക് ഭയങ്കരമായിട്ട് കഴിവ് പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഈ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു അതിനായിട്ട് തന്നെ ഒരു സമിതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരാഗ്രഹിക്കുന്നവരടുത്ത് അതിനൊരിപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു വലിയ തുകയൊന്നും ആവും തോന്നുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഗവൺമെൻറ് അതിന് ഒരു ഏറ്റെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളോടൊപ്പം അതിഥിയായി ശാരദ എത്തി. പഴയ കുറേ കാര്യങ്ങൾ, ശാരദയുടെ പണ്ടത്തെ ഓർമ്മകൾ, ഒപ്പം എന്താണ് ഇനി പ്രതീക്ഷ, കുട്ടികൾക്ക് പുതിയ തലമുറയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം ഷെയർ ചെയ്തു. കലോത്സവ നഗരിയിൽ നിന്ന്, അനന്ത കലാപുരിയിൽ നിന്നുള്ള വാർത്തകൾ, മീഡിയ വൺ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഇന്ന് ഏകദേശം അല്പസമയത്തിനകം തന്നെ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനമുണ്ട്. പ്രശസ്ത ഗായകൻ, യുവനിരയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഗായകൻ വിജയ് യേശുദാസാണ് ഇന്ന് സ്റ്റുഡിയോ ഉദ്ഘാടനത്തിനായി എത്തുന്നത്. അത് അല്പസമയത്തിനകം തന്നെ കാത്തിരുന്ന് കാണാം. എന്തായാലും നമുക്ക് മറ്റു വാർത്തകൾ അറിയാനുണ്ട്, വിദേശ വാർത്തകൾ, ലോക വാർത്തകൾ മുഴുവൻ അറിയാനുണ്ട്. അതിലേക്ക് പോകാനുണ്ട്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി, ദ വേൾഡുമായി കണ്ണിചേരും.